സ്വരൂപനാകുന്ന ഗുരുവിൻ്റെ ആ നിഷ്കളങ്കാഭ അത് ആത്മാവിൽ തട്ടുന്നതാണ് സാക്ഷാലുള്ള സുഖം. ആ സുഖം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകസുഖത്തോട് നമുക്ക് അധികമായ ബന്ധമുണ്ടാകുന്നില്ല. ലോകം മുഴുവൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടിയാണ്. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ക്ഷണികമായ സുഖത്തിന് വേണ്ടിയാണ് ലോകം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സുഖത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഉപായങ്ങളാണ് ശാസ്ത്രലോകം പോലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഉള്ളടക്കമായൊരു വസ്തുവുണ്ട്. യഥാർത്ഥമായ സുഖമുണ്ട്, യഥാർത്ഥമായ ശക്തിയുണ്ട്, യഥാർത്ഥമായ ആകർഷണമുണ്ട്, യഥാർത്ഥമായ ശബ്ദമുണ്ട്. ഇതൊക്കെ തിരിച്ചറിയുവാൻ കഴിയുന്നത് ഈ കാഴ്ച ആത്മാവിലെത്തുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിൻ്റെ പ്രകാശം അതാണ് നമുക്ക് അറിവായി നിയമമായി ലോകത്തിലേക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. സൂര്യൻ്റെ പ്രകാശത്തിൽ കൂടി നമ്മൾ സൂര്യനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിലൂടെ നമ്മൾ വിളക്ക് കാണുന്നത് പോലെ, ഏത് പ്രകാരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇതുപോലെ ഗുരുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അറിവും നിയമങ്ങളും ആചരിച്ച് ഗുരുവിനെ നമുക്ക് കാണാൻ കഴിയും. ആ കാഴ്ചയാണ് ഉണ്ടാവേണ്ടത്. ആ കാഴ്ച ഉണ്ടായെങ്കിലേ നമുക്ക് പരിപൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. പൂർണ്ണത നൽകുവാനാണ് പൂരമായി വന്നിരിക്കുന്നത്.